ഓണമില്ല ഇപ്രാവശ്യം. ഞങ്ങൾക്ക് ഓണാഘോഷം കാര്യങ്ങളും ഇല്ല. കാരണം വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ വീഡിയോയിലും കമന്റ്സിൽ ഒരു കുട്ടി വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയും, ചേട്ടാ കാണാൻ വരുമോ? നമ്മുടെ കമന്റിൽ എപ്പോഴും വന്ന് പറയുന്നത് നമ്മുടെ അശ്ന ചേച്ചിയാണിത്. പോര്, ഞങ്ങളുടെ ഒപ്പം പോര്. എന്താ ഇങ്ങനെ? ഇല്ല, പറ്റൂല. എന്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂല, പറ്റില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇപ്പം ഞങ്ങൾ കാറിലിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ നമുക്കറിയില്ല. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ സോണിയുടെ വീട് വിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്ന് തന്നെ പോയാലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാവർക്കും ഓണം കാര്യങ്ങളൊക്കെ വരികയാണെന്ന് അറിയാലോ. 2 ദിവസം കഴിഞ്ഞ ഓണമായി. അപ്പം ഞങ്ങൾക്ക് ഓണമില്ല ഇപ്രാവശ്യം. ഞങ്ങൾക്ക് ഓണാഘോഷം കാര്യങ്ങളും ഇല്ല. കാരണം എൻ്റെ അമ്മമ്മ മരിച്ചു, അതേപോലെ സോണിയുടെ അമ്മമ്മയും ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് പ്രാവശ്യം ഓണം ഇല്ല, ആഘോഷങ്ങളും ഇല്ല. ഞങ്ങൾ നന്നായിട്ടൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഈ ഒരു ഇതൊക്കെ. നമുക്ക് പിന്നെ മരണമല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഞങ്ങൾ തിരിച്ച് ഇന്ന് നേരെ നമ്മുടെ പട്ടാമ്പിയിലേക്ക് പോവാണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാം. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ വീഡിയോയിലും കമന്റ്സിൽ ഒരു കുട്ടി വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയും, ചേട്ടാ കാണാൻ വരുമോ? അങ്കിൾ എന്നാ പറയുന്നത്. ചെറിയ കൊച്ചല്ലേ? കൊച്ചുകുട്ടിയാ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 4ാം ക്ലാസ് അങ്ങനെ എന്തോ പഠിക്കുന്ന കുട്ടിയാട്ടോ. ചാനലിന്റെ പേരെന്താണ്? ചാനലിന്റെ പേര് ജാസ്മിൻ. പേര് ജാസ്മിൻ ആണ്, അങ്ങനെ എന്തോ. പക്ഷെ ഞങ്ങൾക്ക് എന്നും കാർത്തിക പള്ളിക്ക് വരുമോ എന്ന് എപ്പോഴും ചോദിക്കും. അങ്കിൾ എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു, എന്നാ ഇനിയിപ്പോ പോവല്ലേ, ഇനിയിപ്പോ എന്നാ ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് സാഹചര്യം പോലെ ഇരിക്കും. കാരണം അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി കാണാം. എന്തായാലും പോണ വഴിക്കാണ്. കാർത്തികപ്പള്ളി പറഞ്ഞ ഇവിടെ 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിക്കണം. അപ്പൊ ഞങ്ങൾ എന്തായാലും നമ്മുടെ കൊച്ചു സുന്ദരീനെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അതിന്റെ അമ്മേനെ വിളിച്ചു. രാവിലെ കുട്ടി സ്കൂളിൽ പോയിക്കോ, പരീക്ഷയില്ല, ഓണപരീക്ഷ നടക്കുക. അപ്പൊ ഞങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങള് ഇന്ന ആൾക്കാരാ. അപ്പൊ തന്നെ ആ അമ്മയുടെ സന്തോഷം കാണാം. അയ്യോ ആണോ, ഇവിടുത്തെ കുട്ടിയാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണും, എപ്പോഴും കാണും എന്ന് പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര സന്തോഷം. എന്തായാലും അവര് നമ്മളൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോണത് കേട്ടോ. ഇനി അറിയില്ല അവിടെ എത്താകും, നമുക്ക് അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി കാലത്ത് തന്നെ വിളിച്ചിട്ട് ലൊക്കേഷനൊക്കെ ഞങ്ങള് മേടിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാം, പറയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അടുത്തൊരു ജംഗ്ഷൻ എത്തുമ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് കോൾ ചെയ്ത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ. അതിനെക്കാട്ടി മുന്നേ ഫുഡ് കഴിക്കണം. അതിന് വിശക്കുണ്ട്, അവിടെ കഴിക്കാനും പറ്റിയില്ല. പോണ കഴിക്കാൻ എന്തെങ്കിലും ഹോട്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടാ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ഒക്കെ വലിച്ചെടുക്കുക. അഹങ്കാരി. ഞാൻ ഇറങ്ങാൻ പോവാണേ. വല്ലതും കഴിക്കട്ടെ ഗൈസ്. അതെ, ഞങ്ങളപ്പോ കഴിച്ചിട്ട് തരാവേ. യെസ്, അപ്പം ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിക്കാൻ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ ആ കൊച്ചിൻ്റെ അടുത്ത് പോകണം. അതിന് മുന്നേ നമ്മളെ വിളിക്കാണ്ട് കേട്ടോ. വിളിച്ച് കഴിഞ്ഞിട്ട് പറയാം. കണ്ടിട്ട് കയറി പോയതാണോ? 27-ാം തീയതി വരാമെന്ന് പറഞ്ഞു. ഡ്രസ് കരച്ചു തുടങ്ങി.
മറിഞ്ഞിക്ക്. മറിഞ്ഞിക്ക. വാ, എന്റെ പേരെന്താണ്? ഇവിടെ വാ. ഇതില് വീഡിയോ ഞങ്ങള് വിളിച്ചു നിർത്തിയിട്ട് ആ ഇതാണ് നമ്മുടെ ഈ പൃഥ്വിക്കുട്ടിൻ്റെ ഒരേ ഒരു അശ്ന ചേച്ചി. നമ്മുടെ കമന്റിൽ എപ്പോഴും വന്ന് പറയുന്ന നമ്മുടെ അശ്ന ചേച്ചിയാണിത്. ഭയങ്കര നാണക്കാരിയാ, ഭയങ്കര നാണക്കാരിയാണ്. ഇത് കണ്ടോ എന്റെ ചേച്ചിനെ കണ്ടോ? നോക്ക്, ഇത് കാണണം പറഞ്ഞ ചേച്ചിതാ അവിടെ നോക്കടാ. അവൻ കാത്തുവിന്റെ പിന്നാലെയാണ്. അല്ല അവൻ ഇവിടെ വന്നിട്ട് കാത്തുവും കാണാൻ അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. ആശൻകുട്ടിയാ നാണം നോക്കിയൊക്കെ അവൾക്ക് ഭയങ്കര നാണം. ഇനിയിപ്പോ അവിടെ അയ്യടാ ഞങ്ങളിന്ന് പോട്ടെ. ഇജ്ജ് ഇന്ന് പോര്, ഞങ്ങളുടെ ഒപ്പം പോര്. എന്താ ഇങ്ങനെ? അതോ ഒരാള് പോണ്ട, നമ്മള് ഓളെ കൂട്ടാൻ നിക്ക, നമ്മളെ കൂട്ടാൻ നിക്കല്ലേ. വെച്ചാടാ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ആ നമ്മൾ വാട്സപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ ശരി ചേട്ടാ. ഓ ഓക്കെ ഓക്കെ, ശരി ശരി. അതന്നെ ആ ശരി ശരി ഓക്കെ ശരി. അയ്യോ ഗായ്സ്, അപ്പൊ അങ്ങനെ നമ്മൾ ആഷിൻ മോളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ എന്ത് നല്ല ഫാമിലി, സ്നേഹിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കൊന്നുകൂടും അവര്. അയ്യോ ഇയാള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അവിടെ ഭക്ഷണം വാങ്ങിച്ചു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ മോളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. മോളോട് പറഞ്ഞിട്ടില്ല. മോളോട് ബാപ്പയുടെ കൂട്ടുകാര് വരുന്നുണ്ട്, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാ പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞിട്ട് നിക്കായിരുന്നു അത്ര. ഞങ്ങളെ കണ്ടത് എന്ത് നാണോ, ഭയങ്കര നാണോ. ഞാൻ വീഡിയോയിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മോള് ഭയങ്കര നാണിച്ചിട്ടൊക്കെയാണ്. നല്ല സ്നേഹമുള്ള മക്കളാട്ടോ. രണ്ടുപേരാ അവർക്കുള്ളത്. പിന്നെ ആഷിനും ആഷിക്കും. ആഷ്ന ആഷിക്ക് രണ്ടുപേര്. താത്തയും അടിപൊളി സൂപ്പർ. നമ്മൾ നല്ല കമ്പനി ആയിട്ട് നല്ല വൈബ് വർത്താനൊക്കെ. ഇന്ന് പോണ്ടെന്നൊക്കെ ഞങ്ങള് പുറത്തോട്ടിനെ വിടൂല, അവിടെ തന്നെ നിക്കണം, നിന്നേ പറ്റുള്ളൂ. അയ്യോ ഒന്നും പറയണ്ട. നമുക്ക് എന്തായാലും പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്, അതുകൊണ്ടാ നമ്മൾ പെട്ടെന്ന് പോകും. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം ഇവനെ സ്നേഹിക്കണ ഒരുപാട് ഇങ്ങനെ എല്ലാരും ഉണ്ട് എന്ന് അറിയുമ്പോ വേറെന്ത് വേണം നമുക്ക്? ഓസ്കാർ പത്മശ്രീ കിട്ടുന്നേക്കാണ് ഏറ്റവും വലിയ ഒരു അവാർഡും ഒരു ബഹുമതിയൊക്കെയാണ് ഇവന് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ ഭയങ്കര സന്തോഷം. ഇതേപോലെ തന്നെ ഇനി എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് കാണുമ്പോ ഞങ്ങൾ വരുന്നതായിരിക്കും, പരിചയപ്പെടുന്നതായിരിക്കും. ഞങ്ങളുടെ അടുത്ത ആരെങ്കിലും, ഇത് നമ്മുടെ അടുത്തായോണ്ടാണ്. ഈ പോണ വഴിക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമ്മൾ വന്ന് കണ്ടിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഫോറം മാളിലേക്ക് വന്ന കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് കരുതി. എന്തായാലും കൊച്ചി വന്നതല്ലേ. ഓക്കെ, കാര്യമായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അലയുന്ന രണ്ട് ജന്മങ്ങൾ. വല്ലതും ആവുമോ? പോട്ടെ. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ അനസ്, ഇത് നമ്മുടെ സുന്ദരി ഷഹാന, ഇത് പൃഥ്വിട്ടൻ, അത് സോണി, ഞാൻ രാഹുൽ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഫോറം മാളിൽ വന്ന് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുഡടി മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ 2nd ആനിവേഴ്സറിയും കൂടിയാണ്. നമ്മുടെ എല്ലാം പറ്റി ഞങ്ങളുടെ അല്ല കേട്ടോ, അത് അവിടെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്.
അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ ഒരു ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ്ങിലൂടെ ഞങ്ങൾ നടത്താൻ വേണ്ടി പോവാണ്. അതാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, കേക്ക് മുറിക്കുക. ഞങ്ങളുടെ കേക്കാണ്. നമ്മുടെ ജീവിതത്തിന്റെ 2ാം വയസ്സാണ്. പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുക. അതിന് നീ ഉണ്ടാക്കിയ ഫുഡല്ലടി, നല്ല ഫുഡ്, നല്ല കേക്കായിരിക്കും. ഓക്കെ, മുറിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ മൊത്തം മുറിക്കണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ നല്ലൊരു. എനിക്ക് രാവിലെ തന്നാ മതി. ഭക്ഷണം നമ്മൾ അടിയാവട്ടോ. ഇത് നീ എന്തോ ഇന്ന് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇത്രയും കാലം ഈ 2 വർഷം ജീവിച്ചതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ നമ്മളെ ആനിവേഴ്സറി ആഘോഷമായി കേക്ക് എല്ലാം കാര്യങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി തീറ്റയാണ്, തിന്നാൻ പോകേണ്ട ചടങ്ങാണ് അല്ലേ? തിന്നാൻ പോകേണ്ട ചടങ്ങിൽ ഓരോരുത്തരും നോക്കി നോക്കി ഇവരൊക്കെ വല്ല എന്താ വിരളി പിടിച്ച കുട്ടികൾ ചക്ക കിട്ടി എന്താ ഒരിക്കൽ പിന്നെ ഇത് എപ്പോ കിട്ടും എന്നുള്ള ചിന്തയിലാണ്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും മാളുകളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. അതെ, ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നിട്ട് പുറത്താക്കാറുണ്ട്. ഏത് മാൾ അടയ്ക്കാൻ നേരത്തെ ലുലുന്ന് വരെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഇനി നേരെ ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.